ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ നിഴലുകൾ അവസാനിക്കാനും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധഭീഷണിയും സമാധാനക്കേടെല്ലാം മാറി സമാധാനം പുനഃസ്ഥാപിക്കാനും ദൈവത്തിൻ്റെ കരുണ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവൻ മരണ പോരാട്ടം നടന്ന പട്ടാളക്കാർക്ക് വേണ്ടി, അതിർത്തിയിൽ കാവൽ നിൽക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ കരുണയുണ്ടായി സമാധാനം എത്രയും പെട്ടെന്ന് സ്ഥാപിക്കാം. കുറേ പേര് ഭയത്തിലാണ്. യുദ്ധം ആരും മുന്നോട്ട് നയിക്കുകയില്ല. യുദ്ധത്തിൽ തോറ്റാലും വിജയിച്ചാലും ഒരുപാട് വർഷം പിന്നോട്ടടിക്കുന്ന അവസ്ഥകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, അതുപോലെ തൊഴിൽ നഷ്ടങ്ങൾ, പലതരത്തിലുള്ള ഭയങ്ങൾക്കെല്ലാം ഇരുഭാഗവും അടിമയാകും. അതുകൊണ്ട് വലിയ തീർത്താൽ പരിഹരിക്കപ്പെടാത്ത ജീവഹാനിയും നാശനഷ്ടങ്ങളുമാണ് ഇരുപക്ഷത്തും സംഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് എത്രയും പെട്ടെന്ന് കരുണ ഉണ്ടാകാൻ വേണ്ടി ഈ വചനങ്ങൾ സാധിക്കുന്ന 10 പേരെങ്കിലും പ്രാർത്ഥിച്ചാൽ അത്രയുമായി. എല്ലാ ദിവസവും ഒരു 53 പ്രാവശ്യം വീതം ഇനിയുള്ള ദിവസങ്ങളിൽ ഈ 3 വചനങ്ങൾ പ്രാർത്ഥിക്കാൻ എളുപ്പത്തിന് വളരെ സിമ്പിളായിട്ടുള്ള വചനമാണ്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവർ പറഞ്ഞു, യുദ്ധം, ഊതിബാധ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിന് മുൻപിൽ അങ്ങയുടെ മുൻപിൽ വന്ന് ഞങ്ങളുടെ ദുരിതങ്ങളുടെ ആഴത്തിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ രക്ഷിക്കും. എന്ത് ശ്രവിക്കും? പ്രാർത്ഥന. അപ്പം യുദ്ധം അവസാനിക്കാനുള്ള വഴിയാണ്, വാതിലാണ് പ്രാർത്ഥന. ദൈവശക്തി ഇറക്കി കൊണ്ടുവരാൻ, ശത്രുതയുടെ കെട്ടുകൾ അഴിയാൻ, രോഷം ശമിക്കാൻ. ആയുധം കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല. യേശു തന്നെ പറഞ്ഞ വാക്കുകൾ ഓർക്കുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. യുദ്ധത്തിൽ പരാജയപ്പെട്ടോ വിജയിച്ചോ എന്നുള്ളതല്ല, രക്തം ചിന്തിക്കൊണ്ട് ആരും ഒന്നും നേടുന്നില്ല. അതുകൊണ്ട് ദൈവമേ, ഭീകര പ്രവർത്തനങ്ങൾ അവസാനിക്കണമേ, യുദ്ധം അവസാനിക്കണമേ, സമാധാനം പുനഃസ്ഥാപിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. റോമ 16:20. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. 3-ാമത്തെ വചനമാണ് 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 15-ാം വാക്യം. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. അതുകൊണ്ട് ദൈവമേ, ഞങ്ങളെ ഞങ്ങളുടെ കാവൽ മാലാഖമാരുടെ കരങ്ങളിൽ കാത്തു പരിപാലിക്കുന്നത് പോലെ ദേശത്തിൻ്റെ കാവൽ ദൂതന്മാരുടെ സംരക്ഷണം നൽകണമേ. 4 ചുറ്റും മാലാഖമാരെ കാവൽ നിർത്തി. സങ്കീർത്തനം 34:7 വചനത്താൽ മാലാഖമാർ പാളയമടിച്ച് ഞങ്ങളുടെ നാടിനെ, വീടിനെ, ദേശത്തെ, ഭാരതത്തെ, കേരളത്തെ സംരക്ഷിക്കണമേ. പാകിസ്ഥാൻ ജനതയ്ക്ക് വേണ്ടിയും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഒത്തിരി പേര് യുദ്ധഭീതിയിലും ഭയത്തിലുമെല്ലാമാണ്. ദൈവമേ, അകാരണമായ ഭയം പലരെയും വേട്ടയാടുന്നുണ്ട്. അതെല്ലാം നീക്കിക്കളഞ്ഞ് ദൈവം ഞങ്ങൾക്ക് വിജയം തരും, സമാധാനം തരും എന്നുള്ള ബോധ്യം നൽകണം. യുദ്ധമുന്നണിയിലായിരിക്കുന്ന എല്ലാവരെയും, പട്ടാളക്കാർക്കും എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഭരണാധികാരികൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇരു രാജ്യങ്ങളുടെയും നേതാക്കന്മാർക്ക് നീതിബോധവും മാനസാന്തരങ്ങളും നൽകണമേ. ദൈവമേ, നിരപരാധികളായ ജനങ്ങളുടെ മേലും അതിർത്തികളിൽ താമസിക്കുന്ന ജനങ്ങളുടെ മേലെല്ലാം കരുണയായിരിക്കണമേ. യേശുവേ നന്ദി. യുദ്ധം, പട്ടിണി, ക്ഷാമം ഇവയിൽ നിന്നെല്ലാം എല്ലാ ജനങ്ങളെയും മോചിപ്പിക്കണേ. എല്ലാ ലോകരാജ്യങ്ങളിൽ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും, ഉക്രൈനു വേണ്ടിയും റഷ്യക്ക് വേണ്ടിയും എല്ലാം ഇതോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാസയ്ക്ക് വേണ്ടിയും, പാലസ്തീൻ, ഗാസ, ഇസ്രായേൽ ഇവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങൾ പൂർണ്ണമായി അവസാനിക്കണമേ. മനുഷ്യക്കുരുതികൾ അവസാനിക്കണമേ. യേശുവിൻ്റെ രക്തം കൊണ്ട് എല്ലാ നേതാക്കന്മാരെയും ഭരണാധികാരികളെയും ജനങ്ങളെയും പട്ടാളക്കാരെയും കഴുകി എത്രയും പെട്ടെന്ന് സമാധാനം നൽകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈ പ്രാർത്ഥന നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം. ഇത് മറ്റുള്ളവർക്കും ഈ 3 വചനം 2 ദിനവൃത്താന്തം 20:9, 2 ദിനവൃത്താന്തം 20:15, റോമ 16:20 ഈ 3 വചനങ്ങൾ സാധിക്കുമെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസും പ്രാർത്ഥനാ വിഷയങ്ങളും അയക്കണമേ. ഞങ്ങൾ പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകളും മെസ്സേജുകളും നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുന്നതാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാതൃസഹായം എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം, സമാധാനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.